ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് S4ന്റെ പുതിയൊരു സബ്ജക്റ്റിലേക്ക് കടക്കാണ്. ക്വാണ്ടിറ്റി സർവേയിങ് 1 ആണ്. QS എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് പറയുക, QS1. ഓക്കെ. അപ്പോൾ അതിലെ സിലബസിലെ മോഡ്യൂൾ 1 ആണിത്. ആദ്യം ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് നമ്മൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ബാക്കിയൊക്കെ തിയറിയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്നൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പ് എന്തൊക്കെയാണ് മോഡ്യൂൾ 1-ലുള്ളതെന്നൊന്ന് നോക്കാം. ടു ഡിഫൈൻ ദ ടേംസ് ക്വാണ്ടിറ്റി സർവേയർ, ക്വാണ്ടിറ്റി സർവേയിങ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സർവേയർ ആരാണെന്നും ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്നും പഠിപ്പിക്കും. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ, പിന്നെ എലമെന്റ്സ് ഓഫ് എസ്റ്റിമേറ്റ്, എസ്റ്റിമേറ്റ് എന്താണെന്നും അതിന്റെ എലമെന്റ്സ് എന്താണെന്നും, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് പഠിപ്പിക്കും. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആനുവൽ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസസ്, ദെൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എക്സിട്ര. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ മെയിൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് ദ റോൾ ഓഫ് ക്വാണ്ടിറ്റി സർവേയർ ആണ് വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ ഇത്രയും പോർഷൻ തിയറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കും, കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് യൂസിങ് പ്ലിന്ത് ഏരിയ മെത്തേഡ്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്, സർവീസ് യൂണിറ്റ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ്സ് വെച്ചിട്ട്. പിന്നെ ബാക്കി യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, പിന്നെ കുറെ ടേംസ് പഠിപ്പിക്കും. പിന്നെ എർത്ത് വർക്ക് വോളിയം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്, അത് പഠിപ്പിക്കും. ട്രപ്പിസോയിഡൽ, മിഡ് സെക്ഷണൽ, ദെൻ മീൻ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താണ് എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ആൻഡ് ക്രോസ് സെക്ഷനിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, കട്ടിങ് ആൻഡ് ഫില്ലിങ്. പിന്നെ കപ്പാസിറ്റി ഓഫ് റിസർവോയർ. ഇതൊക്കെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല ഇപ്പം. ഇത് QS എന്നാണ് ഷോർട്ട് ഫോമിലാണ് സാധാരണ അറിയപ്പെടുന്നത്. അപ്പോ ഇപ്പൊ ഇതില് കുറെ എസ്റ്റിമേറ്റ് എന്നൊക്കെ ഒരു വാക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എസ്റ്റിമേറ്റ് എന്ന്. അപ്പൊ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ എന്തൊരു സാധനം നമ്മൾ പണിയാൻ പോവാണെങ്കിലും അല്ലെങ്കിൽ ഒരു വർക്കിനാണെങ്കിലും നമ്മൾ ആദ്യം ഒരു എസ്റ്റിമേറ്റ് ഇടും അല്ലേ, നമുക്ക് ഏകദേശം പൈസ എത്ര വരും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ്. ഇപ്പൊ ഒരു ട്രിപ്പ് പോവാണെങ്കിൽ പോലും നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടുക ചെയ്യുക. ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിലും എസ്റ്റിമേറ്റ് ഇടും, ഏകദേശം എത്ര പൈസ ആവും എന്നറിയാൻ വേണ്ടി. അപ്പൊ ഈ ഒരു വാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ എസ്റ്റിമേറ്റ് എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന്. അതായത് നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ്, ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഒരു ബ്രിഡ്ജ് ആണെങ്കിലും ഒരു ഡാം ആണെങ്കിലും എന്ത് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും വെറുതെ അങ്ങോട്ട് തുടങ്ങുകയല്ല ചെയ്യുക. അതിന് തന്നെ അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കണ്ടുപിടിക്കും. ഇനി എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസിനും പല കോസ്റ്റ് ആണ്. ഇപ്പൊ കോൺക്രീറ്റിന്റെ ഉള്ളിൽ തന്നെ സിമെന്റ് ഉണ്ട്, പിന്നെ അതിന് വേണ്ട കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് ഒക്കെ വേണം. ഓരോന്നിനും ഓരോ പൈസയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഈ ഓരോന്നും വേണമെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ക്വാണ്ടിറ്റി കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഓരോന്നിനും എത്ര പൈസയാണെന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പെർ യൂണിറ്റിന് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു മാർഗം അതാണല്ലേ. അപ്പൊ അതിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം. എത്ര ഏകദേശം ഓരോ വർക്കിനും, ഇപ്പൊ ബ്രിക്ക് ആണെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും, കോൺക്രീറ്റ് ഇത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും. പിന്നെന്താ, മണ്ണ് മാന്തണം അല്ലേ ആദ്യം, എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യണം. അപ്പൊ എത്ര ക്വാണ്ടിറ്റി മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ട വർക്കാണ് ചെയ്യേണ്ടി വരിക JCB ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിനനുസരിച്ചാണ് പൈസ വേണ്ടി വരിക. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് തന്നെ അതാണ്, ക്വാണ്ടിറ്റി സർവേയിങ് എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. അപ്പൊ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഐറ്റംസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പണി തുടങ്ങുകയാണെങ്കിൽ, ഒരു കെട്ടിടം പണി തുടങ്ങുകയാണെങ്കിൽ അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം സൈറ്റ് ഒക്കെ ക്ലിയർ ചെയ്യണം. അപ്പൊ അതൊരു ഐറ്റം ഓഫ് വർക്ക് എന്നാണ് അതിനെ പറയാം. ഒരു ഐറ്റം ഓഫ് വർക്കാണ് സൈറ്റ് ക്ലിയറിങ്. പിന്നെ ഒരു ഐറ്റം ഓഫ് വർക്കാണ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ, എന്ന് വെച്ചാൽ മണ്ണ് മാന്തൽ, അതൊരു ഐറ്റം ഓഫ് വർക്ക് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ ചെയ്യാ, നമ്മൾ ഫൗണ്ടേഷൻ പണിയുന്നതിന് മുമ്പ് താഴെ കുറച്ച് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇടും, അതും ഒരു ഐറ്റം ഓഫ് വർക്കാണ്. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ കിട്ടും. അപ്പൊ ഫൗണ്ടേഷൻ ബ്രിക്കിലാണോ അല്ലെങ്കിൽ റാൻഡം റബിളിലാണോ ഏതിലാന്ന് വെച്ചാൽ അതും ഒരു ഐറ്റം ഓഫ് വർക്കാണ്. അതിന്റെ മുകളിൽ നിങ്ങൾ
സൂപ്പർ സ്ട്രക്ചർ പണി എന്ന് വെച്ചാൽ നമ്മൾ മതിലും കാര്യങ്ങളൊക്കെ ഒരു വീടിന് വേണ്ട. അപ്പൊ അത് എന്തിലാണോ ചെയ്യുന്നത്, എന്ത് തരം മെറ്റീരിയൽ, ബ്രിക്കിലാണോ അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് ബ്ലോക്കിലാണോ ഏതിലാന്ന് വെച്ചാൽ അത് ഒരു ഐറ്റം ഓഫ് വർക്കാണ്. അതായത് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ഒരു ഐറ്റം ഓഫ് വർക്കാണ്. പിന്നെ അതിന്റെ മുകളിൽ സ്ലാബ് പണിയും. അപ്പൊ സ്ലാബിന്റെ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഇൻ സ്ലാബ് അത് ഒരു ഐറ്റം ഓഫ് വർക്കാണ്. അതിനെയാണ് ഈ ഐറ്റം ഓഫ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റം ഓഫ് വർക്ക്. ഇപ്പൊ ഓരോ ഐറ്റം ഓഫ് വർക്കിനും ഇപ്പൊ എർത്ത് വർക്ക്, എക്സ്കവേഷൻ, മണ്ണ് മാന്തലാണെങ്കിൽ അതൊരു ഐറ്റം ഓഫ് വർക്കാണ്. അതിന് എത്ര ക്വാണ്ടിറ്റി, എത്ര മണ്ണ് മാറ്റേണ്ടി വരും എന്നുള്ളത് മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കും. എന്നിട്ട് എന്താണ് അറൈവിങ് റേറ്റ്സ്, അതിന് എത്ര റേറ്റ് വരും എന്നുള്ളത്. ഇത്ര മീറ്റർ ക്യൂബ് മണ്ണ് നമുക്ക് മാറ്റണം. അപ്പൊ ഒരു മീറ്റർ ക്യൂബ് മണ്ണ് മാറ്റാൻ ഏകദേശം ഇത്ര പൈസ വരും. ഏകദേശം അല്ല, അതിന് നമുക്ക് എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് റേറ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള. CPWDയുടെ അനാലിസിസ് ഓഫ് റേറ്റ്സിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് റേറ്റ്സ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ദസ് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എർത്ത് വർക്കിന്റെ കാര്യം മാത്രം. അതുപോലെ ഓരോ ഐറ്റം ഓഫ് വർക്കിനും റേറ്റ് എത്രയാന്ന് നോക്കി അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റിലെത്തും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. എന്താണ് ആ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് മെല്ലെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എസ്റ്റിമേറ്റ് എടുക്കുന്നു. ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് പ്രോബബിൾ കോസ്റ്റ് ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് അവസാനം സ്ട്രക്ചറിന്റെ പ്രോബബിൾ കോസ്റ്റ് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ത്രൂ ഔട്ട് ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാം. ഏതൊരു സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് 3 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം തന്നെ പ്ലാൻ എന്നുള്ള പ്ലാൻ പ്രിപ്പറേഷൻ, പ്ലാൻ എന്നല്ല ഡ്രോയിങ്സ് പ്രിപ്പറേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ. ഡ്രോയിങ്സ് പ്രിപ്പറേഷനിൽ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻസ് ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. വിത്ത് ഫുൾ ഡയമെൻഷൻസ് ആൻഡ് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻസ് മീറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ പ്രപ്പോസ്ഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയ പ്ലാൻ, സെക്ഷൻ, എലിവേഷനും അതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇടും എന്ന് ഞാൻ ചുമ്മാ പറയല്ല. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് 1:2:4 എന്ന മിക്സിലാണ് ഇടുന്നതെന്നും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താക്കി അത് സ്പെസിഫൈ ചെയ്തു അല്ലെ. അപ്പൊ ആ സംഭവത്തിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടെ എന്തിലുണ്ടാവും, നമ്മുടെ ഡ്രോയിങ്സിൽ തന്നെ. നിങ്ങൾക്ക് അറിയാം ഡ്രോയിങ്സ് നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ PCC 1:2:4 ഡ്രോയിങ്ങിൽ ബിൽഡിംഗ് പ്ലാനിങ്ങിൽ വരച്ചിട്ടുണ്ടാവും സെക്ഷൻ വരയ്ക്കുമ്പോൾ. ഓരോന്നിന്റെ കൂടെ അങ്ങനെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് എടുക്കും. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് എൻ എസ്റ്റിമേറ്റ് ഈസ് ഫോർ അറൈവിംഗ് ദ കോസ്റ്റ് ഓഫ് ദ സ്ട്രക്ചർ. കോസ്റ്റ് അറൈവ് ചെയ്യാൻ ടു വെരിഫൈ ദ അവൈലബിൾ ഫണ്ട്സ്. എന്നിട്ട് നമ്മൾ കോസ്റ്റ് ഇത്രയാണ്, നമ്മുടെ ഫണ്ട് എത്ര ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ഇത്രയും ഫണ്ടിനനുസരിച്ച് ആണോ നമ്മുടെ കോസ്റ്റ് എന്ന് നോക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രക്ചർ അവിടെ പണിയാനായിട്ട് പറ്റുള്ളൂ. തേർഡ് സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഡ്രോയിങ്സിലും എസ്റ്റിമേറ്റിലും എടുത്ത ഈ സംഭവങ്ങൾ ഡ്രോയിങ്സ് വരച്ചു. ആ ഡ്രോയിങ്സിൽ നിന്നാണ് നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാനുള്ള മെഷർമെന്റ്സ് കിട്ടുന്നത് അല്ലെ. അതായത് എസ്റ്റിമേറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, പല തരത്തിലെടുക്കാം. റഫായിട്ട് എടുക്കാം, ഏകദേശം പ്ലിന്ത് ഏരിയ, അതായത് അതിന്റെ ഒരു ഏരിയ കണക്കിൽ ഇത്ര രൂപ വെച്ച് വരും എന്നുള്ള വിധത്തിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഐറ്റം ഓഫ് വർക്ക്, എർത്ത് വർക്കിന് ഇത്ര രൂപ, അതിന്റെ എന്താണ് ഫൗണ്ടേഷൻ കോൺക്രീറ്റിന് ഇത്ര രൂപ, അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ പണി എത്ര രൂപ, അങ്ങനെ അങ്ങനെ കൂട്ടി വരികയും ചെയ്യാം. അപ്പൊ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും എന്നാണ് ആ വ്യത്യാസത്തിനെ പറയുന്നത്, ആ രണ്ട് തരത്തിൽ ചെയ്യുന്നതിന്. അപ്പൊ എങ്ങനെ വേണേലും എടുക്കാം, കോസ്റ്റ് എടുക്കാം. അത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പണിയാൻ തുടങ്ങും. പ്രപ്പോസ്ഡ് സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇനി പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും, റൂമിന്റെ സൈസ്, ബാക്കി ഡയമെൻഷൻ ഓഫ് വർക്ക്, അങ്ങനത്തെ. പ്ലാൻ മാത്രം പോലെ സെക്ഷനും എലിവേഷനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഡയമെൻഷൻസ് കിട്ടുള്ളൂ. പ്ലാനിൽ റൂമിന്റെ ബ്രെഡ്ത്തും വിഡ്ത്തും കിട്ടുള്ളൂ അല്ലെ. റൂമിന്റെ ഹൈറ്റ് കിട്ടണമെങ്കിൽ എലിവേഷനും സെക്ഷനും ഒക്കെ വേണം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്തായാലും സെക്ഷൻസ് വേണം. അപ്പോൾ ഈ മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഒരു വാള്, വെറുതെ ഒരു മതിലുണ്ടെങ്കിൽ മതിലിന് ഒരു നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും, ഒരു ഹൈറ്റ് ഉണ്ടാവും. നീളം, വീതിയും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആ മതിലിന്റെ വോള്യം കിട്ടും. മൊത്തം മീറ്റർ ക്യൂബ് ഇത്ര. ആ അത്രയും വോള്യത്തിന് എത്ര രൂപയാവുന്ന നോക്കിയിട്ടാണ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഡയമെൻഷൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത്. പിന്നെ എസ്റ്റിമേറ്റിൽ ഉണ്ടാവും എന്തൊക്കെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ആണോ ഓരോ ഐറ്റം ഓഫ് വർക്കും വേണ്ടത്, ക്വാളിറ്റി,
ക്വാളിറ്റി അതിന്റെ പൈസ നമ്മൾ കണക്ക് കൂട്ടുന്നത് അതിന്റെ വർക്കിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്, വർക്കിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ഏത് ടൈപ്പ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ ടൈപ്പിനും ഓരോ പൈസ ആയിരിക്കും അല്ലെ, അതാണ് ക്വാളിറ്റി അതിനകത്ത് ഉണ്ടാവുന്ന പറയുന്നത്. ക്വാണ്ടിറ്റി സർവേയിങ് എന്താന്ന് പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് അതിന് തന്നെ പല പല ഡെഫിനിഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഏതെങ്കിലുമൊക്കെ ഡെഫിനിഷൻ മാത്രമായിട്ട് പഠിച്ചാൽ മതി. ലിസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓൾ ദ പോസിബിൾ ഐറ്റംസ് ഓഫ് വർക്ക് റിക്വയർഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എനി ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ. എല്ലാ ക്വാണ്ടിറ്റി ഓഫ് ദ ഐറ്റം ഓഫ് വർക്ക്, ഒരുവിധം എല്ലാ ക്വാണ്ടിറ്റികളും ഓരോ ഐറ്റം ഓഫ് വർക്ക് ഇത്ര വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. അതിന്റെ ഒരു ലിസ്റ്റിനെയാണ് ഈ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. പിന്നെന്താ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക് ടു ബി ഡൺ അണ്ടർ ഈച്ച് ഐറ്റം വിച്ച് വെൻ പ്രൈസ്ഡ് പെർ യൂണിറ്റ് ഗീവ്സ് ദ എമൗണ്ട് ഓഫ് കോസ്റ്റ്. ക്വാണ്ടിറ്റീനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. പിന്നെ അത് പ്ലാനും മറ്റു ഡ്രോയിങ്സും സ്ട്രക്ചറിന്റെ ബാക്കി ഡ്രോയിങ്സും പിന്നെ സ്പെസിഫിക്കേഷൻസും ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പല പല ഡെഫിനേഷൻസ് ആയിട്ട് പറയാണ്. ഫസ്റ്റ് വൺ, ദിസ് ഇസ് എ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഓർ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഫോർ ഓൾ ഐറ്റംസ് ഓഫ് വർക്ക് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ കൺസേൺഡ് പ്രോജക്റ്റ്. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് വേണ്ടുന്ന എല്ലാ ക്വാണ്ടിറ്റി, ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെയും ക്വാണ്ടിറ്റിയും അതിന്റെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റും ആണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് വർക്ക് ഈസ് വർക്ക്ഡ് ഫ്രം റെസ്പെക്റ്റീവ് ഡയമെൻഷൻസ് ഓൺ ദ ഡ്രോയിങ് ഓഫ് ദ സ്ട്രക്ചർ. ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഇനി ഓരോ ഐറ്റം ഓഫ് വർക്കിനും അതിന്റെ ഡ്രോയിങ്ങിൽ നിന്ന് കണ്ടുപിടിക്കും. ഞാനിപ്പോ വാളിന്റെ കാര്യം പറഞ്ഞു, വാളിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. അതുപോലെ ഞാനിപ്പോ എർത്ത് വർക്ക് എക്സ്കവേഷൻ, അതായത് ഫൗണ്ടേഷന് വേണ്ടി കുഴി കുഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്താണ്, കുഴി കുഴിക്കുമ്പോൾ ആ കുഴിയുടെ നീളം, വീതി, പിന്നെ അതുപോലെ ഡെപ്ത്, ആ മൂന്നെണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ കുഴിയുടെ വോളിയം കണ്ടന്റ് കിട്ടും. അതായത് ആ കുഴിയുടെ അത്രയും ഭാഗത്തു നിന്നാണ് മണ്ണ് എടുക്കേണ്ടത്, ഇത്ര മീറ്റർ ക്യൂബ് മണ്ണ് മാറ്റേണ്ടതായിട്ട് വരും എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നീളം, വീതി, ഉയരം അല്ലെങ്കിൽ ഡെപ്ത് കിട്ടുന്നത്? ഡ്രോയിങ്സിൽ നിന്നാണ്, സ്ട്രക്ചറിന്റെ. പിന്നെ അതുപോലെ ഒരു ഐറ്റത്തിന്റെ കോസ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ്? റേറ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അതായത് ഇപ്പൊ ഞാൻ ഈ മണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ റേറ്റ് പെർ മീറ്റർ ക്യൂബ്, മണ്ണ് മാന്താൻ റേറ്റ് പെർ മീറ്റർ ക്യൂബ് ഇത്രയാണെന്ന് അറിയുകയാണെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ 1 മീറ്റർ ക്യൂബ് മണ്ണ് മാറ്റാൻ ഇത്ര രൂപയാവും. അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ ക്യൂബ് മണ്ണ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 5 മീറ്റർ ക്യൂബ് മാറ്റാനുള്ള മണ്ണ് മാറ്റാനുള്ള പൈസ നമുക്ക് കിട്ടും. അതുപോലെ ഓരോന്നും ആഡ് ചെയ്ത് ടോട്ടൽ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഏകദേശം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി purpose of bill of quantities is to provide a complete list of quantities necessary for the completion of any engineering project and when priced gives the estimated cost of project. അപ്പൊ നമ്മൾ ഈ ക്വാണ്ടിറ്റി സർവേയിങ് ചെയ്തിട്ട്, ക്വാണ്ടിറ്റി എന്നുള്ള ടേം ഇമ്പോർട്ടന്റ് ആണ്, ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് ആക്കിയിടും. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞൊരു, ഇതൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ. അതായത് ക്വാണ്ടിറ്റി സർവേയിങ് ചെയ്തിട്ട് ഓരോന്നും എത്ര ക്വാണ്ടിറ്റി വീതം ആണ് നമ്മുടെ ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ഒരു ടേബിളിലാക്കി ഇടും. അതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ 1, 2, 3, 4, 5, 6 വരെ എഴുതിയിട്ടില്ലേ, അത് കഴിഞ്ഞ് 7 കഴിഞ്ഞ് സോൺ എക്സിട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് ഐറ്റം ഓഫ് വർക്ക് ഉണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം എന്ന് പറയുന്നില്ല, ഈ ഓരോന്നുമാണ് ഐറ്റം ഓഫ് വർക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എർത്ത് വർക്ക്, എക്സ്കവേഷൻ ഉണ്ട്, ഫില്ലിംഗ് ഉണ്ട്, സിമന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ വരുന്നുണ്ട്, പിന്നെ ഫൗണ്ടേഷനിലെ ബ്രിക്ക് വർക്ക്, ഡാം പ്രൂഫ് കോഴ്സ്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്, സിമന്റ് മോർട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ, അങ്ങനെ ഓരോന്ന്. എന്നിട്ട് ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി എഴുതിയിട്ടുണ്ടല്ലോ. ഈ ക്വാണ്ടിറ്റി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാത്തിനും ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് തന്നെ ആവണമെന്നില്ല, ചിലതിന് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം മതിയാവും. അങ്ങനെ അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. അത് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ആ ക്വാണ്ടിറ്റി ഈ ഒരു ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതിന്റെ യൂണിറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി റേറ്റും യൂണിറ്റ് ഓഫ് ഇതൊക്കെ വിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ ഇതിനി എന്ത് ചെയ്യാം, ഈ പെർ മീറ്റർ ക്യൂബിന് എത്രയാണ് റേറ്റ് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതി കൊടുക്കാം. ഓരോന്നും പെർ മീറ്റർ ക്യൂബിന് എത്രയാന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഇതൊരു എക്സ് എന്ന് പറഞ്ഞ കോളാന്ന് വിചാരിക്കും, ഇത് വൈ. എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് കിട്ടും, എക്സ് ഇൻറ്റു വൈ. ഇവിടെ ഇടയ്ക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് ഉണ്ട്, അതിപ്പോ റുപ്പീസ് പെർ മീറ്റർ ക്യൂബ് തന്നെ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ഇനി റുപ്പീസ് പെർ ഫീറ്റ് ആയിരുന്നു ഇവിടെയെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് വേണം എക്സ് ഇൻറ്റു വൈ ചെയ്യാൻ. അപ്പൊ ഇതാണ് ഇവിടെ എഴുതുക, റുപ്പീസ് പെർ മീറ്റർ ക്യൂബ് തന്നെയാണെങ്കിൽ ഡയറക്റ്റ് എക്സ് ഇൻറ്റു വൈ ചെയ്താൽ മതി. അപ്പൊ എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ എമൗണ്ട്, ഈ എമൗണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ്, പ്രോജക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും.
അതൊരു എസ്റ്റിമേറ്റ് ആണെന്ന് നമുക്ക് പറയാം, എസ്റ്റിമേറ്റ് കിട്ടിയെന്ന് പറയാം. അപ്പൊ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നമ്മൾ ഈ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള ഈ കോളത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടിറ്റി സർവേയർ ആരാന്ന് നോക്കാം. അപ്പൊ അതാണ് ഇതിന്റെ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞു കേട്ടോ. പർപ്പസ് ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഈസ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് നെസസറി ഫോർ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ്. എന്നിട്ട് അതിന് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടും. ഇനി ക്വാണ്ടിറ്റി സർവേയർ ആരാണ്? എ പേഴ്സൺ ഹു പ്രാക്ടീസ് ദ പ്രൊഫഷൻ ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ് ഓർ എ പേഴ്സൺ ഹു എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ആൻഡ് ദസ് ഫൈൻഡിങ് ദ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ. അപ്പൊ ഈ ക്വാണ്ടിറ്റി സർവേയിങ് ആരാണോ ചെയ്യുന്നത് അയാളെയാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് വിളിക്കുന്നത്. അയാൾ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കും, ഓരോ ഐറ്റംസിന്റെയും. ഐറ്റംസ് എന്താണെന്ന് ഞാനിപ്പോ ഇതിൽ പറഞ്ഞു, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം. അപ്പൊ ഈ കോളത്തിലുള്ള ഓരോന്നുമാണ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഓരോ ഐറ്റംസിന്റെയും എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ക്വാണ്ടിറ്റി സർവേയർ കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ട്രക്ചറിന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും. അപ്പൊ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളെയാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്നത്. ഈ ക്വാണ്ടിറ്റി സർവേയർക്ക് വേണ്ടുന്ന യോഗ്യതകളൊക്കെയാണ് പറയുന്നത്. റിക്വയർമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ: he should be able to read plans and identify them on ground. അതായത് പ്ലാൻ നോക്കുമ്പോൾ മനസ്സിലാവണം അല്ലെ, എവിടെയാണ് എന്തൊക്കെയാണ് പ്ലാനിലെ ഓരോ ഡയമെൻഷനും എന്താന്ന് മനസ്സിലാവണം. പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ ഈ പ്ലാൻ വരുമ്പോൾ അതും തിരിച്ചറിയാനായിട്ട് ഇയാൾക്ക് പറ്റണം. എന്നാലാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ അതും പ്ലാനും തമ്മിൽ കമ്പയർ ചെയ്തിട്ടൊക്കെ തെറ്റുകൾ ഉണ്ടോ എന്നുള്ളതും എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോന്നും ഒക്കെ മനസ്സിലാവുള്ളൂ. രണ്ടും ഒന്നായിരിക്കണം, എന്നാലല്ലേ ക്വാണ്ടിറ്റി എപ്പോഴും പ്ലാനിൽ നോക്കി ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി മറ്റേ ക്വാണ്ടിറ്റി തമ്മിൽ മാറരുതല്ലോ, ശരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ക്വാണ്ടിറ്റി. അപ്പൊ അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കണം. പ്ലാനിൽ നിന്ന് ഗ്രൗണ്ടിൽ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ എന്നുള്ളതൊക്കെ അറിയണം. പിന്നെ ഹി ഷുഡ് ബി ഫെമിലിയർ വിത്ത് മോഡേൺ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ആൻഡ് ടെക്നിക്സ്. മോഡേൺ കൺസ്ട്രക്ഷൻ പ്രൊസീജിയറും ടെക്നിക്സും അറിയുന്ന ആളായിരിക്കണം. എന്നാലാണ് അതിന്റെ റേറ്റ് ഒക്കെ മാറിയ കാര്യങ്ങളും റേറ്റിനെ കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടാവുള്ളൂ. ഹി ഷുഡ് ഹാവ് തറോ നോളേജ് ഓഫ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ്. കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് എങ്ങനെയാണ് വർക്ക് നടക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല നോളേജബിൾ ആയിരിക്കണം നമ്മുടെ ക്വാണ്ടിറ്റി സർവേയർ. എന്നാലാണ് അല്ലെങ്കിൽ സൈറ്റിൽ വെച്ചിട്ട് കോൺട്രാക്ടറോ മറ്റോ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ട് ഇതിന് ഇത്ര രൂപ വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേയർക്ക് പറയാൻ പറ്റണമല്ല, ഇങ്ങനെയല്ല മറിച്ചാണ് എന്നുള്ളത് പറയാനായിട്ടൊക്കെ പറ്റണമെങ്കിൽ അയാൾക്ക് കൺസ്ട്രക്ഷൻ പ്രൊസീജിയറും പ്രാക്ടീസും ഒക്കെ അറിഞ്ഞിരിക്കണം. He should be well accurate in his work calculations and taking measurements of structures. അതായത് നമ്മൾ സൈറ്റിലൊക്കെ ചെന്ന് മെഷർമെന്റ് എടുത്തിട്ട് ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് ഒക്കെ ചെയ്ത് നോക്കുക എന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് മെഷർമെന്റ് തോന്നിയ മാതിരി ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഏതോ ഒരറ്റത്തുനിന്ന് പിടിച്ചിട്ട് നടുവരെ പിടിച്ചിട്ട് ഇത് മതി ഇത്ര മീറ്റർ എഴുതിക്കോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കറക്റ്റ് ആയിട്ട് എന്താണ് ഒരു ഐറ്റം ഓഫ് വർക്കിന്റെ ബിഗിനിങ്ങിൽ നിന്നും എൻഡിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ മെഷർ ചെയ്യുന്നത് അതൊക്കെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന ഒരാളും അതുപോലെ വർക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന ആളും കാൽക്കുലേഷൻസിലൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ ഹി മസ്റ്റ് ഹാവ് സൗണ്ട് നോളേജ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. അതായത് ഓരോ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, എന്നാൽ അതിന്റെ റേറ്റിനെ കുറിച്ചും അറിവുണ്ടാവുള്ളൂ. പിന്നെ ഡ്യൂട്ടീസ്, ക്വാണ്ടിറ്റി സർവേയറുടെ ഡ്യൂട്ടീസ് ആണ്. ഫസ്റ്റ് വണ് പ്രിപ്പറേഷൻ ഓഫ് BOQ എന്ന് വെച്ചാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മുടെ ഈ ഒരു സംഭവം, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഞാൻ പറഞ്ഞു ഈ ക്വാണ്ടിറ്റി എന്ന കോളത്തിലുള്ള എല്ലാം വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി സർവേയർ ആണ്. ഒരു മെഷർമെന്റ് ഫോം എഴുതിയിട്ട് അതിൽ ഈ 32.51 27.48 എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, 1.33 ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തെടുത്തതാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അത് ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്. ക്വാണ്ടിറ്റി സർവേ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ നമ്പേഴ്സ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് പ്രിപ്പറേഷൻ ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അഥവാ BOQ. ഇറ്റ് ഇൻവോൾവ്സ്, അപ്പൊ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഡ്രോയിങ്സ് ശരിക്കും റീഡ് ചെയ്യാൻ പറ്റണം, എന്നിട്ട് മെഷർമെന്റ്സ് ശരിക്കും പ്രോപ്പറായിട്ട് എടുക്കാൻ അറിയണം, ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, പിന്നെന്താ ഡയമെൻഷൻസ് ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ അറിയണം ഡ്രോയിങ്ങിലത്തെയും ഗ്രൗണ്ടിലത്തെയും. പിന്നെ അബ്സ്ട്രാക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൈസ ഞാൻ ഇവിടെ പറഞ്ഞില്ല, റേറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എമൗണ്ട് കണ്ടുപിടിക്കില്ല, അതിനെയാണ് അബ്സ്ട്രാക്ടിങ് എന്ന് പറയുന്നത്. അത് ചെയ്യാൻ അറിയണം. ബില്ല് അപ്പൊ ഇങ്ങനെ കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ബില്ലാക്കി ബില്ലിങ് ചെയ്യാനായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്
ഓരോ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഇപ്പൊ കോൺട്രാക്ടർ ഒരു ബില്ല് കൊണ്ടുവരും ഇത്ര രൂപ ഈ വർക്കിനായി എന്നുള്ളത്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്തിട്ട് അവർ പറഞ്ഞ തോന്നിയ ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ആ എമൗണ്ട് തന്നെയല്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ആർക്ക്, ക്വാണ്ടിറ്റി സർവേയർക്ക്. ഇനി സെക്കൻഡ് വൺ, വിസിറ്റിംഗ് ദ സൈറ്റ്സ് ആൻഡ് അസസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക്. എല്ലാ സൈറ്റും വിസിറ്റ് ചെയ്ത് എന്താ മെഷർമെന്റ് എടുത്ത് ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലേ ക്വാളിറ്റി കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കാം. തേർഡ് വൺ, കമ്പ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ. അത് ഓരോ വർക്ക് ഡണ്ണിനെയും വാല്യുവേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ക്വാണ്ടിറ്റി സർവേയർക്കാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ബിൽസ് ഇൻ കേസ് ഓഫ് ഡീവിയേഷൻസ് ഇൻ ഡ്രോയിങ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം പിന്നീട് ഡ്രോയിങ്സിൽ വരികയാണെങ്കിൽ അവിടെ അതിന്റെ മെഷർമെന്റ് മാറുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ, ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസിനും ഒക്കെ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും ക്വാണ്ടിറ്റി സർവേയർ ആണ്. പിന്നെ ഗിവ് അഡ്വൈസ് ഇൻ ആർബിട്രേഷൻ ഓർ ലീഗൽ കേസസ് ഇൻവോൾവിംഗ് കോർട്ട് കേസസ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ലീഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ ആർബിട്രേഷൻ, അതിന്റെ എന്താണ് നമ്മൾ കോംപ്രമൈസിലെത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കാനായിട്ടുള്ള കഴിവും ക്വാണ്ടിറ്റി സർവേയർക്ക് ഉണ്ടായിരിക്കണം. ഇത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ. ഇത് ഞാൻ ഈ ഐറ്റംസ് ഓഫ് വർക്ക്സിന്റെ ഫിഗേഴ്സ് വെച്ചതാണ്. എർത്ത് വർക്ക്, എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. ഏകദേശം സൈറ്റിൽ ഇതാ ഇങ്ങനെ ഇതുണ്ടോ, ഈ മണ്ണ് മാന്തിയിട്ട് ഇവിടെ എന്താണ്, ഇവിടെ ഫൗണ്ടേഷന്റെ ട്രെഞ്ച് എടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാണാം ട്രെഞ്ചിന്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രെഞ്ചിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇതുപോലെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് നിറയ്ക്കും. അതിനെയാണ് സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അടുത്ത ഐറ്റം ഓഫ് വർക്ക്. താഴ്ഭാഗത്ത് മാത്രം കേട്ടോ ട്രെഞ്ചിന്റെ, അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടും. ബ്രിക്ക് കൊണ്ടോ അല്ലെങ്കിൽ കരിങ്കല്ലോണ്ടോ എങ്ങനെ വേണേലും കെട്ടാം. ഇവിടെ ബ്രിക്കിന്റെയാണ് കാണിച്ചിട്ടുള്ളത്, ഞാൻ ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ ഏകദേശം ഇതായിരിക്കും ഗ്രൗണ്ട് ലെവല്. അപ്പൊ ഇതിന്റെ താഴേക്കൊക്കെ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഇവിടെയൊക്കെ ബ്രിക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതിലും ഈ ഫിഗറിൽ ഇവിടെ ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനി ഈ ഡാം പ്രൂഫ് കോഴ്സ്, ഈ ഒരു ഇതിൽ അഞ്ചാമത്തെ ക്വാണ്ടിറ്റിയിൽ പറയുന്ന ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ഇങ്ങനെ 1:2 ഈ ഒരു DPC 1.5 DPC കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി കണ്ടോ, ഇവിടെ ഈ ഒരു ഇടയിൽ ഒരു ബ്ലാക്ക് കളർ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എന്താന്ന് പറഞ്ഞുതരാട്ടോ. ഇത് തന്നെയാണ് ഡാം പ്രൂഫ് കോഴ്സ്. ഇവിടെ ഒരു ബ്ലാക്ക് ലെയർ, ബ്ലാക്ക് കളർ കൊടുത്തതാണ്. അത് ശരിക്കും എന്ത് മെറ്റീരിയലിൽ വേണേലും ചെയ്യാം. വെറുതെ സിമെന്റ് കോൺക്രീറ്റ് ഇട്ടാലും മതി. വേറെ ഒന്നുമല്ല, ഗ്രൗണ്ടിൽ നിന്ന് നനവ് എന്താണ് അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി ഒരു കോട്ടിങ് ഇടുന്നതാണ്. വെറുതെ സിമെന്റ് കോൺക്രീറ്റിൽ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ വെച്ച് ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. ഇനി ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ആണ് ലാസ്റ്റ് കാണുന്നത്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ മുകളിലേക്കുള്ള വർക്ക്. അതായത് നമ്മുടെ മതിലുകൾ, ഈ ഇതൊക്കെ ഇപ്പൊ മതിലാണ് അല്ലെ. അപ്പൊ അതിനെയാണ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഇതും ഒരു ഐറ്റം ഓഫ് വർക്കാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ 4 ഐറ്റംസ് ഓഫ് വർക്ക് കാണിച്ചിട്ടുണ്ട്. എർത്ത് വർക്ക്, എക്സ്കവേഷൻ, സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഇനിയും മുകളിലേക്ക് ഒരുപാട് ഐറ്റംസ് ഓഫ് വർക്ക് കഴിഞ്ഞാലേ ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഈ ഓരോ ഐറ്റം ഓഫ് വർക്കിനും ഇപ്പൊ ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മണ്ണ് അവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ്. പിന്നെ അടുത്തത് സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, എത്ര കോൺക്രീറ്റ് വേണം, താഴെ ഇത്ര ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മാത്രമേ താഴെ കോൺക്രീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും സെന്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ എത്ര കോൺക്രീറ്റ് വേണം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് എത്ര കോസ്റ്റ് ആവും എന്ന് കണ്ടുപിടിക്കും. അതുപോലെ ഫൗണ്ടേഷനിൽ ബ്രിക്ക് വർക്കോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ഏതാന്ന് വെച്ചാൽ ചെയ്യുന്നത്, അതിന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെത്ര എത്ര വോള്യം ആണ് എടുക്കുന്നതെന്നും അതിന്റെ കോസ്റ്റും കണ്ടുപിടിക്കും. അതുപോലെ സൂപ്പർ സ്ട്രക്ചർ, മുകളിലേക്ക് മതിൽ കെട്ടാൻ എത്ര വോള്യമാണ് ടോട്ടൽ എടുക്കുക, എന്നിട്ട് അതിൽ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് വന്നാലേ ടോട്ടൽ കോസ്റ്റ് ആവുള്ളൂ. ഇനി ഇങ്ങനെ ഓരോ ഐറ്റം ഓഫ് വർക്ക് എടുക്കാതെയും നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കാം, എന്താണ് ക്വാണ്ടിറ്റി സർവേ, എന്താണ് എസ്റ്റിമേറ്റ് എന്നുള്ളതൊക്കെ കാര്യങ്ങളിൽ. ഇത് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു ഐറ്റം ഓഫ് വർക്കാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ തറ കെട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഉള്ളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യും. ഇവിടെയൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അത് ഇപ്പോ ഈ മേസണറി ഫൗണ്ടേഷൻ ഇങ്ങനെ ഇപ്പൊ മണ്ണിന്റെ അടിയിൽ നിങ്ങൾക്ക് അറിയാം സ്റ്റെപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്.
എന്നിട്ട് ആ സ്റ്റെപ്പ് കെട്ടിക്കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ഭാഗം ഇവിടെയൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവലാക്കും. അവിടെയും അതിനെയും നമ്മൾ എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതും ഒരു ഐറ്റം ഓഫ് വർക്ക് തന്നെയാണെന്ന് ഓർക്കുക. അതായത് നമ്മൾ ആദ്യം കുഴി എടുക്കുമ്പോൾ ഇത്രയും ഡെപ്തിൽ കുഴിയെടുക്കും, ഇത്രയും വീതിയിൽ കുഴിയെടുക്കും. ഇത്രയും കുഴി കുഴിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഈ താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ഇടും. ഇവിടെ കോൺക്രീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ ഈ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കെട്ടും. കെട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത്രയും ഭാഗത്തെ നമ്മൾ സ്റ്റെപ്പ് കെട്ടിയിട്ടുള്ളൂ. ബാക്കി ഈ ഒരു ഭാഗവും തിരിച്ച് മണ്ണെണ്ണ ഇട്ട് ഫില്ല് ചെയ്തിട്ട് എന്താ ഗ്രൗണ്ട് ലെവൽ വരെ ഫില്ല് ചെയ്യും. അവിടെയും മണ്ണ് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് മുകളിലേക്ക് പ്ലിന്ത് ലെവൽ വരെ, ഇതാണ് നിങ്ങളുടെ പ്ലിന്ത് ലെവൽ വരെയുള്ള, അതാണ് ഇവിടെ കാണുന്നത്. ഗ്രൗണ്ട് കഴിഞ്ഞ് പ്ലിന്ത് ലെവൽ വരെ നമ്മൾ വീണ്ടും കെട്ടും. എന്നിട്ട് ആ പ്ലിന്തുകളുടെ ഉള്ളിൽ, റൂമുകളുടെ താഴെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതിനെയും എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്നാ പറയാം. അതും ഒരു ഐറ്റം ഓഫ് വർക്കാണ്. അതിന് വേണ്ട ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ. അപ്പോൾ അതിന് വേണ്ട ഡാറ്റയൊക്കെയാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് വേണം, സ്പെസിഫിക്കേഷൻസ് വേണം, റേറ്റ്സ് വേണം. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സിമെന്റ് കോൺക്രീറ്റ് 1:1.5:3 എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അതിന്റെ മിക്സ് 1:1.5:3 എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് പറയാം, അത്രേ ഉള്ളൂ. അതുപോലെ സിമെന്റ് മോർട്ടാർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോ കൂടെ പറഞ്ഞാലേ എന്ത് സിമെന്റ്, അതുപോലെ സിമെന്റ് മോർട്ടാർ എന്ന് തന്നെ പറയും. ഇപ്പൊ ലൈം മോർട്ടാർ വേറെ ഉണ്ട്. അപ്പൊ അത് മറ്റൊരു സ്പെസിഫിക്കേഷൻ ആണ്. അതായത് ഈ വർക്ക് സിമെന്റ് മോർട്ടാറിലാണോ ലൈം മോർട്ടാറിലാണോ ചെയ്തതെന്നൊക്കെ പറയുന്നതിനെയും ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് തന്നെ പറയാം. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഡ്രോയിങ് വേണം, സ്പെസിഫിക്കേഷൻസ് വേണം, റേറ്റ്സ് വേണം, എന്നാലാണ് ടോട്ടൽ എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതോടുകൂടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.